എല്ലാവർക്കും നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും കലാപരിപാടികൾ നാട്ടിൽ പൊളിച്ചിമിട്ടനായിട്ട് നടക്കുന്നുണ്ട്. ഇവിടുത്തെ നിയമം ആദ്യം ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല. ഉള്ള കാര്യം പറയാം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിയമം കൊടുത്ത് അത് അവരൊരു പ്രിവിലേജ് ആക്കി എടുത്തുകൊണ്ട് ആണുങ്ങളുടെ നെഞ്ചത്ത് പൊങ്കാലിടുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം അവിടെ തെറ്റുകാരനാക്കി സീലടിക്കാൻ പറ്റും? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ഷനൊക്കെ വരികയല്ലേ, പിന്നെ ശബരിമല കേസൊക്കെ നമുക്കൊന്ന് മുക്കണ്ടേ, അതിന്റെ എല്ലാത്തിന്റെയും മിന്നാമുറത്ത് കളിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് ചെളി വാരി അങ്ങേരെ തേച്ച് അങ്ങേർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കട്ടയ്ക്ക് കൂടെ നിന്ന രാഹുൽ ഈശ്വറിന്റെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചോണ്ട് പോയി. നിന്നെ വെറുതെ വിടണോ എങ്കിൽ നീ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യില്ലേ? അതെന്തുവാടേ? നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ? ഇത് എവിടെയാണ് പിന്നെ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഇല്ലേ? പിന്നെ എവിടെയാണ് ഏത് അർത്ഥത്തിലാണ് ഇത് ജനാധിപത്യ രാജ്യമാകുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. ഇവിടെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവളുമാര് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അല്ല, കുറെ പേരൊക്കെ. എന്നാൽ ജെനുവിനായിട്ട് ഏതെങ്കിലും സ്ത്രീകൾ കൊണ്ട് കേസെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യത്തുമില്ല. അതാണ് വേറൊരു വാസ്തവം. പണവും പിടിപാടും അല്ലെങ്കിൽ എന്തെങ്കിലും മലത്തി അടിക്കാനൊക്കെ ഉള്ള സെറ്റപ്പിലുള്ള ഒരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എടുത്തങ്ങ് മലത്തി അടിച്ചു കൊടുക്കും. അല്ലാണ്ട് ജെനുവിനായിട്ട് ഏതെങ്കിലും സ്ത്രീ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഇവിടെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് മാതൃകയാവുകയാണ്. എനിക്ക് സത്യം പറഞ്ഞ നിയമത്തിന്റെ വശങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടത്തെ രീതിയും ഭരണമൊക്കെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ എന്ത് ചെയ്ത് ഈ രാഹുൽ ഈശ്വർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തതാണോ തെറ്റ്? കൊള്ളാം, അടിപൊളി. നാളെ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരെയും പിടിച്ച് അകത്തിടണം. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പുതിയൊരു നിയമം ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും അകത്തിടണം. അങ്ങനെ വീഡിയോ ചെയ്ത് ഞാൻ അടങ്ങുന്ന കമന്റ് ചെയ്യുന്ന നിങ്ങൾ അടങ്ങുന്ന ആൾക്കാരെല്ലാവരും ജയിലിൽ സുരക്ഷിതമായിരിക്കും. നമുക്ക് വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ പ്രൊട്ടക്ഷൻ മിക്കവാറും ജയിലിൽ കിട്ടും. അമ്മാതിരി രീതിയിൽ നമ്മളെല്ലാവരും അവിടെ കൊണ്ടിട്ട് പോറ്റും. ഇത് വളരെ മോശമാണ്. ഒരു വ്യക്തി തന്റെ അഭിപ്രായം പറയുമ്പോൾ ആ വ്യക്തിയുടെ വാ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ കൊണ്ട് അകത്തിടുന്നു. നല്ല ഒന്നാം തരം ആണിപ്പോളി. ഇടയ്ക്ക് മറുനാടന്റെ വീട്ടിൽ പോലീസുകാരൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തൊരു ചരിത്രം ഉണ്ടായിരുന്നല്ലോ. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ പോയി പോലീസുകാർ തൂക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ രാഹുൽ ഈശ്വർ ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന് കണ്ടുനോക്കാം. സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി ലാപ്ടോപ്പ് ഓഫീസിലാണ്. ടെക്നോ പാർക്ക്. ഇന്ന് അടപ്പാ. ഇന്ന് സാർ ഹലോ. ഞാൻ എന്തായാലും പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് അവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. പാക്കത്തന്നെ പറയുന്ന കാളിയുടെ ആട്ടത്തെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നിങ്ങളെങ്കിലും ഉണ്ടല്ലോ, വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഈ ഇര എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അതിജീവിത എന്നറിയപ്പെടുന്ന ആ സ്ത്രീയുടെ പേര്, അഡ്രസ്സ്, വീട്ടുവിവരം, വീട്ടിൽ ആരൊക്കെയുണ്ട്, അപ്പൂപ്പൻ അമ്മമ്മ ആരൊക്കെയുണ്ട്, സകലമാന വിവരങ്ങളും പുറത്തറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത്. അതൊന്നുമല്ല അതിന്റെ സത്യാവസ്ഥ. അതിന്റെ സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അത് തന്നെയാണ്. അല്ലാണ്ട് ഇതൊന്നും അല്ല വിഷയം. ഇതാണ് വിഷയം എങ്കിൽ കൊള്ളായിരുന്നല്ലോ. അതൊന്നും അല്ല. അതിന്റെ പേരും പറഞ്ഞ് പിടിച്ചോണ്ട് പോവുകയാണ്. സത്യം പറഞ്ഞ രാഹുൽ ഈശ്വർ എവിടെയെങ്കിലും പറഞ്ഞു ആ സ്ത്രീയുടെ പേരോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ന്യൂസുകാർ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് കുത്തി
പറഞ്ഞ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് രാഹുൽ ഈശ്വർ ഇവിടെ ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വളരെ ഘോര പ്രസംഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തി രാഹുൽ ഈശ്വർ തന്നെയാണ്. പിന്നെ നമ്മളെ പോലെയുള്ള ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇളിവടക്കം വിട്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന രാഹുൽ ഈശ്വർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തൂക്കിക്കൊണ്ട് പോകുന്നു. ഇനി ബാക്കി എല്ലാവരും വാടകം ഉണ്ടായിരുന്നോണം, അല്ലെങ്കിൽ എല്ലാവരും തൂക്കിക്കൊണ്ട് പോകുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റ് ഇട്ടിട്ട് ഇതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: പോലീസ് ഇൻ മൈ ഹോം, ഹാപ്പി ടു ഫൈറ്റ് ഫോർ മെൻ ആൻഡ് മെൻസ് റൈറ്റ്സ്, ഈവൻ ഇഫ് അറസ്റ്റഡ് മൈ ഫൈറ്റ് ഫോർ മെൻ, ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് വിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ പുച്ഛോടെ തോന്നുന്നത്, ഇവിടെ ആണുങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ചോദിക്കാൻ ആരും ഇല്ലേടേ, എന്തെങ്കിലും ഒരു നിയമം നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകണേ, എനിക്കത് പറയാനുള്ളൂടെ. പക്ഷെ എന്റെ പൊന്നടാവേ, എനിക്കിതൊക്കെ കാണുമ്പോൾ എന്തോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിക്കുന്നത്. നാളെ ചിലപ്പോൾ എന്നെയും പിടിച്ചോണ്ടു, ഞാൻ എന്ത് ചെയ്യാം, അവിടെ വന്ന് ഇരിക്കും, നിങ്ങളെല്ലാവരെയും കൂട്ടത്ത് വെറുതെ അവിടെ ഇരിക്കും. അല്ല ഞാൻ ഇപ്പം എന്നെ എന്ത് ചെയ്യാനാ, എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് വീണ്ടും ഫീൽ ചെയ്യുന്നത്. ഇനി രാഹുൽ ഈശ്വരൻ അവിടെ പിടിച്ചോണ്ട് പോയതിനു ശേഷമുള്ള വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടുപോകാം. ഫോട്ടോയും ഇട്ടിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്നാണ് പറഞ്ഞത്. വ്യാജ പരാതിയാണ്. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. വ്യാജ പരാതിയാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യണം. ഒരു ഫോട്ടോയും ഇട്ടിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്നാണ് പറഞ്ഞത്. വ്യാജ പരാതിയാണ്. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. അല്ല, ഇവിടെ നിന്ന് മാറിയേക്ക്. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. എന്തൊരു വ്യാജ പരാതിയാണ്. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ എവിടെയെങ്കിലും ഇട്ടോ? എവിടെ ഇട്ടിട്ടില്ല. പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെൻസ് കമ്മീഷൻ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് വിളിച്ച് നോക്കുക. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല. ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് വ്യാജ പരാതിയാണ്. വ്യാജ പരാതിയാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങൾ നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല. കള്ളം പറയുവാണ്. കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അധിക്ഷേപ പരാമർശം നടത്തിയില്ലേ? കള്ളക്കേസാണ്. കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുള്ള ദേഷ്യമാണ്. നല്ല ഒന്നാം തരം പൊറാട്ട് നാടകമാണ് കളിക്കുന്നത്. കൊമ്പന്മാരുടെ കൈകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും കാണുമല്ലോ, അല്ലാണ്ട് ഈ കളി നടക്കത്തില്ലല്ലോ. ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ സംസാരിക്കാൻ വേണോടെ? അങ്ങനെ സംസാരിക്കുന്നവരെയും കൂടി പിടിച്ചോണ്ട് പോവാതെ ഇവിടെ ഒരു പെണ്ണ് കൊണ്ട് എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്പോട്ടിൽ തൂക്കിയെടുത്തോണ്ട് പോകും ആണുങ്ങളെ. തിരിഞ്ഞു നോക്കൂല. നാളെ അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കൂടി ഒരു തേങ്ങ നോക്കത്തില്ല. അവന് കിട്ടിയ ചീത്തപ്പേര് കിട്ടിയത് തന്നെ. എന്നാൽ ഒരാണ് ഒരു പെണ്ണിനെതിരെ കൊണ്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ഐഡന്റിറ്റിയോ അവളുടെ ഫോട്ടോയോ ഡീറ്റെയിൽസോ ഒന്നും വെളിപ്പെടുത്തത്തില്ല. പകരം ഒരു പെണ്ണൊരു വ്യാജ പരാതി കൊടുത്താൽ മതി, നേരെ അവന്റെ മോന്തായി വരും. അവള് അതിജീവിത പുര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ വാഴ്ത്തപ്പെടും. എന്നാൽ ആണുങ്ങളെ വലിച്ചു കീറി ഒട്ടിച്ചങ്ങ് വിടും. ഇതാണ് സംഭവിക്കുന്നത്. ഒരു പെണ്ണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ കേസ് നമ്മൾ കണ്ടിരിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറയുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കേസുകളൊക്കെ എന്താ ചെയ്യുന്നത്? പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യേണ്ട പരിപാടികളെല്ലാം ചെയ്യും. എന്നിട്ട് ഒരു ടൈം കഴിയുമ്പോൾ, ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പിണങ്ങുകയോ അടിച്ചു പിരിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്നെ വിവാഹ വാഗ്ദാനം എനിക്ക് ഉണ്ടാക്കി. ഇവിടത്തെ കേസ് അറിയാലോ. ഭർത്താവ് ഇരിക്കുകയാണ് വേറൊരു പുരുഷനുമായിട്ട് ബന്ധം വെച്ചത്. ആര്? രാഹുൽ മാങ്കൂട്ടമായിട്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ അവിഹിതമാണ് പ്രവർത്തിച്ചത്. നിയമപരമായിട്ട് ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അങ്ങനെ അവിഹിതത്തിലൂടെയാണ് ചെയ്യാൻ പാടില്ലാത്ത പരിപാടി ചെയ്തത്. അവസാനം കുറ്റം മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിന്. അതിന് വേണ്ടിയിട്ട് കട്ടക്ക് സംസാരിച്ച് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു. കൊള്ളാമല്ലോ, ഇതെല്ലാം കൊള്ളാമല്ലോ. ഇതെല്ലാം ഏത് വണ്ടിയിൽ പിടിച്ച് പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല കാര്യങ്ങൾ തന്നെ നടക്കുന്നത്. ഇനി രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്, കേട്ടോക്കാം.
ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുക്കും. ജാമ്യം കിട്ടിയ അതുകൊണ്ട് വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്കും യൂട്യൂബും എടുത്ത് നോക്കുക. വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്കും യൂട്യൂബും വ്യാജ പരാതി മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല. കള്ളം പറയുന്നത് കൊടുക്കാൻ വേണ്ടിയ ശ്രമമാണ് ഇത്. വ്യാജ പരാതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. ഓക്കെ, ഇവിടെ രാഹുൽ ഈശ്വറിനോട് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്നത് നിർത്തണം. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ മോനെ നിന്നെ വെറുതെ വിടാം, നിന്നെ അവനൊന്നും ചെയ്യത്തില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞു വയ്ക്കുന്നത്. അടിപൊളി അല്ലേ? എന്തായാലും കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. പുച്ഛം. എന്തുവാടെ ഇവിടെ ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ പോലീസുകാരായാലും കൂടെ നിൽക്കുന്നതായാലും എല്ലാ ആണുങ്ങളാണ്. നാളെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നമ്മളെപ്പോലുള്ള ആണുങ്ങളെ കാണത്തുള്ളൂ. അല്ലാണ്ട് ഈ നിൽക്കുന്ന ആരും കാണത്തില്ല. അതും കൂടി ആദ്യം ബോധത്തോടെ ചിന്തിക്കും. ഇവിടെ ഒരുപാട് പെണ്ണുങ്ങൾ പല രീതിയിലുള്ള ഹണി ട്രാപ്പുകൾ അടക്കം ചെയ്ത് ഓരോ പുരുഷന്മാരുടെ ജീവിതങ്ങൾ തുലയ്ക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിൽ കയറി നടത്തിയ ഹണി ട്രാപ്പ് അല്ലെന്ന് പറയാൻ പറ്റുമോ? അതുപോലത്തെ പരിപാടികൾ തന്നെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഒരു ഭർത്താവ് ഇരിക്കുക മറ്റൊരു പുരുഷനുമായിട്ട് പോകുന്നത് അവിഹിതമാണ്. അപ്പൊ ആ സ്ത്രീ ചെയ്തത് ശരി. എന്നിട്ട് അവള് കൊണ്ടൊരു വ്യാജ പരാതി കൊടുത്തപ്പം, കരഞ്ഞും കൊണ്ടൊരു ചാറ്റും പുറത്തു വിട്ടപ്പം എല്ലാ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിനായി. അത് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഈശ്വര് അകത്ത്. സൂപ്പർ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ പെൺകുട്ടിയുടെ വോയിസ് അടക്കം വിട്ട മീഡിയാസിനെതിരെ കേസില്ലേ? ആ പെൺകുട്ടിയിലേക്ക് ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത മീഡിയാസിന് കേസില്ലേ? ഇനി മറ്റുള്ള പല പേജുകളും പല പ്രൊഫൈലുകളും ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് പുറത്തു വിടുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും കേസില്ലേ? ഇല്ല. ഇത് രാഹുൽ ഈശ്വറിനെ കൂട്ടണം. രാഹുൽ ഈശ്വർ ഇനി വാ തുറക്കാൻ പാടില്ല. ഇവൻ വാ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവന്റെ വാ അടപ്പിച്ചിട്ട് ഈ പരിപാടി ഉൾട്ടയടിപ്പിച്ച് നേരെ എല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചത്ത് വെച്ച് കൊടുക്കാനുള്ള നല്ല ഒന്നാം തരം പരിപാടിയാണ് ഈ പരിപാടി. ഈ പരിപാടിയും കൂടി ആകുമ്പോൾ നമുക്ക് ഒന്നാം തരം പരിപാടിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കൊള്ള ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം കേട്ടോ. അല്ല ആണിയും പൊളിയായിട്ടാണ് ഇവിടെ പരിപാടികളൊക്കെ ഓരോന്നും നടക്കുന്നത്. കാണുമ്പോൾ എനിക്ക് തന്നെ പുച്ഛം തോന്നുന്നു. ഇങ്ങനെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനുള്ളവരെ പൂട്ടിക്കെട്ടാൻ നിൽക്കരുത്. ഇവിടെ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ തെറ്റ് പറയത്തില്ല. കാരണം ആ സ്ത്രീയുമായിട്ട് പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടിയാണ്. എന്നിട്ട് അവസാനം മറ്റേ ഗർഭാലസിപ്പിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് രാഹുൽ മാങ്കൂട്ട വായിക്കത്തെ വിജയിച്ചു കൊടുത്തല്ല, സ്വന്തം ഇഷ്ടത്തോടെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവസാനം കുറ്റം മൊത്തം എങ്ങേർക്കും. അത് എവിടത്തെ നടപടിയുടെ ആ നടപടിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് എന്ത് തോന്നിവാസമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ വെറുതെ വിടാൻ പാടില്ല. നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സംസാരിക്കണം. ഏവളെങ്കിലും കൊണ്ടൊരു വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാനും നിങ്ങളും അടങ്ങുന്ന ആണുങ്ങൾ ലോക്കാവും. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകളടക്കം ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സീരിയസ്ലി അത് എടുത്തു പറയേണ്ട ഒരു കേസും കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.